ഇന്ന് ജനുവരി 30, നാളെ ജനുവരി 31, മറ്റന്നാൾ ഫെബ്രുവരി 1 എന്ന് പറയുന്നത് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസമാണ്. മൂന്നാം മോദി സർക്കാരിൻ്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഫെബ്രുവരി 1 അവതരിപ്പിക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് കേരളത്തിനുള്ളത്. വയനാട് ദുരന്തം, വിഴിഞ്ഞം തുറമുഖം, വന്യജീവി ആക്രമണം തുടങ്ങിയ കാര്യങ്ങൾക്കായി കേരളം പ്രത്യേക പാക്കേജാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത്തവണത്തേത് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ള ബജറ്റ് ആകുമെന്ന പ്രതീക്ഷ ഉണ്ട് എന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞത്. കേന്ദ്ര ഗവൺമെന്റിന്റെ മൂന്നാം മോഡി ഗവൺമെന്റിന്റെ ആദ്യ ബഡ്ജറ്റിൽ 2 സംസ്ഥാനങ്ങൾക്ക് സ്പെഷ്യൽ പാക്കേജ് കൊടുത്തു. നമുക്കൊന്നും ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് തന്നിട്ടില്ല. അപ്പോൾ വയനാടിന്റെ കാര്യത്തിനകത്ത് നിങ്ങൾക്കെല്ലാം അറിയാം, വയനാടിനകത്ത് ഇപ്പോൾ അത് 2000 കോടിയാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തെങ്കിലും ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നു എന്നാണ് എനിക്ക് വളരെ തുറന്ന മനസ്സോടെ വിശ്വാസത്തോടെ പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആവശ്യപ്പെട്ടത് വിഴിഞ്ഞത്തിന് ഒരു പ്രത്യേക പാക്കേജാണ്. വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ്ങിന് തരുന്ന 800 ചില്ലാനം കോടി രൂപയുണ്ട്. അവർ അതുപോലും കടമായിട്ടാണ് തരുന്നതെന്നുള്ള പ്രശ്നം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. അപ്പം നമ്മൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യം വളരെ ഗൗരവത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഏറ്റവും സജീവമായി ഇപ്പോൾ നിങ്ങളുടെ വാർത്തയിലെ നല്ലൊരു ഭാഗം അപഹരിക്കുന്നതാണ് മനുഷ്യനും വന്യമൃഗവും ഒക്കെ തമ്മിലുള്ള വലിയ പ്രശ്നം, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്. അത് നമ്മൾ ചെയ്യാവുന്നത് പല കാര്യങ്ങൾ ചെയ്തു, നമുക്ക് എല്ലാ കാര്യവും പരിഹരിക്കാൻ പറ്റുന്നില്ല. വഴിനീള പുലിയും കടുവയും പ്രധാനപ്പെട്ട റോഡിലൊക്കെ ഇത് വന്നുകൊണ്ടിരിക്കുക. അതൊരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് വലിയ കൃത്യമായ പദ്ധതികൾ വേണം. ഇതിനെയൊക്കെ തടഞ്ഞു നിർത്താനും നിയന്ത്രിക്കാനും പറ്റുന്ന തരത്തിലേക്ക് വളരെ വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണം. അപ്പോൾ ഇതിന് ഒരു പ്രത്യേകമായ ഒരു പാക്കേജ് വേണം, 1000 കോടിയുടെ ഒരു പാക്കേജ് വേണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്.